നമ്മുടെ SEO ഇൻഡസ്ട്രിയിൽ മിക്ക ഏജൻസികൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ആണ് ഈ ബാക്ക് ലിങ്ക് ചെയ്യാനുള്ള ജോലി ഏതെങ്കിലും ഫ്രഷേഴ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളത്. അയാൾ ഒരു പക്ഷേ SEO കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെയുള്ള ഒരാളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളോട് ഇവർ പറയുന്നത് വെച്ചാൽ ഒരു ലിസ്റ്റ് കൊടുക്കും. അതായത് പ്രീവിയസ് ആയിട്ട് അവർ ബാക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന കുറേയധികം വെബ്സൈറ്റുകളുടെ, ഡയറക്ടറികളുടെ, അതോടൊപ്പം തന്നെ കുറേയധികം ക്ലാസിഫൈഡുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വെബ്സൈറ്റുകൾ, ഇതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ക്ലറിക്കൽ ജോലി ചെയ്യുന്ന പോലെ മെക്കാനിക്കലായിട്ട് കുറേയധികം ബാക്ക് ലിങ്കുകൾ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷെ ഇതിനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു വെബ്സൈറ്റിന് ഏത് രീതിയിലുള്ള ഓഫ് പേജ് ആക്ടിവിറ്റിയാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മളുടെ വെബ്സൈറ്റിലെ കണ്ടന്റിനെ പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഓഫ് പേജ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് മറ്റ് വെബ്സൈറ്റുകൾ ഏത് തരത്തിലുള്ള കണ്ടന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് പ്ലാൻ ചെയ്യുക. മാത്രമല്ല ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു ഏജൻസിയിൽ കുറെ കാലങ്ങളും പ്രവർത്തിച്ച് പരിചയമുള്ള, ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ ടോപ്പ് ലീഡേഴ്സിന് അറിയാവുന്ന ആളുകളാണ് ആക്ച്വലി ബാക്ക് ലിങ്ക് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത്.